Hello students, welcome back. So now in this class we have completed all those things about movements. Is it movements in plants? Everything we have discussed. നമ്മൾ മൂവ്മെന്റ്സ് പ്ലാന്റ്സിനെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കെമിക്കൽ കോർഡിനേഷനിലേക്ക് പോവാം. നമുക്ക് കോർഡിനേഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് പോകാം. എവിടെയാണിത്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന കോർഡിനേഷൻ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ധാരണ ഉണ്ടാവണം. So now we are just getting back to the കോർഡിനേഷൻസ്. ഓക്കെ, സോ എന്താണ് മക്കളെ കോർഡിനേഷൻ? നമുക്കറിയാം കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഒരാളെ നമ്മളതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ലീഡർഷിപ്പുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്. സോ സംതിങ് ദാറ്റ് ഇസ് കോർഡിനേറ്റിംഗ്. ഹൂ ഇസ് എ സെന്റർ? നമ്മുടെ സെന്റർ ആരാണ്? ബ്രെയിൻ അല്ലേ? സോ ബ്രെയിൻ ഇസ് എ സെന്റർ. സോ ഫ്രം ദ ബ്രെയിൻ ഹൂ ഇസ് ആക്ടിങ് ആസ് എ കോർഡിനേറ്റർ. നമ്മൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദിസ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് സച്ച് ആൻഡ് സച്ച് തിങ്സ് അബൌട്ട് chemical coordination. I hope you are always good for this. Take down your notes and be confident, and it will be easy for you if you listen carefully. Nothing is there we are dealing with today in this chapter of what? Chemical coordination. The electrical impulses of nervous system. എവിടെയുള്ള impulses ആണ്? Electrical impulses. ഷോക്ക് ഉണ്ടാവോ? അപ്പോൾ ഷോക്ക് ഉണ്ടാവോ? ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ഷോക്ക് ഉണ്ടാവോ? ഷോക്ക് ഉണ്ടാവോ? ഷോക്ക് ഉണ്ടാവോ? ഷോക്ക് എന്ന രീതിയിലല്ല, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ്. ഷോക്കല്ല, ഇലക്ട്രിക്കൽ എന്താണ്? ഇമ്പൾസസ് ഓഫ് ദ നെർവസ് സിസ്റ്റം. എവിടുത്തെ നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിലെ എന്താണ്? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഓഫ് നെർവസ് സിസ്റ്റം ഹാവ് limitations as it does not associate with each other in every cell and it require a resting period before settling a new impulse. അതിന് റെസ്റ്റ് വേണ്ടേ? ഇമ്പൾസസ് ഇങ്ങനെ വിട്ടാ മതിയോ മക്കളെ? ഇമ്പൾസസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മതിയോ? അതിന് റെസ്റ്റ് വേണ്ടേ? അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനൊരു ടൈം പീരീഡ് കഴിയുമ്പോൾ അതിന്റെ ടെൻഡൻസി പോകും, അതിന്റെ കപ്പാസിറ്റി തീരും. അപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിന് റെസ്റ്റിംഗ് പീരീഡ് വേണം. സോ the electrical impulse of a nervous system have limitation at it does not associate with each other. അത് അസോസിയേറ്റ് ചെയ്യില്ല, മറ്റുള്ളവരായിട്ട് ഒരു അസോസിയേഷൻ കാണിക്കുന്നില്ല. അതിന്റെ ബാഡ് ക്വാളിറ്റി ആണ്. ആരുടെ? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട് അസോസിയേഷൻ പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല. അപ്പൊ അത് കാണിക്കാത്ത സമയത്ത് ഇത് നടന്നു പോകണ്ടേ? നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കണ്ടേ? നമുക്ക് എല്ലാ പ്രോസസും ഇൻവോൾവ് ചെയ്യിപ്പിക്കണ്ടേ മക്കളെ? അപ്പോൾ എന്താ അവിടെ നടക്കുക? it does not associate with each other and every cell it require a resting period ആണ് ബിഫോർ സെറ്റിലിംഗ് ടു എ ന്യൂ. പുതിയ ഒരു ഇമ്പൾസിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ അതിന് റെസ്റ്റിംഗ് പീരീഡ് വേണം. അപ്പോൾ എന്താ നടക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. I hope the concept of chemical coordination is a bit clear for you. Nothing is a electrical impulse of a nervous system have what? Limitation as it does not associate with each other. അത് ഒത്തൊരുമയില്ലാത്തൊരു പ്രവൃത്തിയിലാണ് പോകുന്നത്. Every cell and it require a resting period before setting to a new impulse. ഒരു ഇമ്പൾസ് മറ്റൊരു ഇമ്പൾസിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്താണ്? റെസ്റ്റിംഗ് പീരീഡ് വേണം. ഒരു എന്ത് വേണം മക്കളെ? റെസ്റ്റിംഗ് പീരീഡ് വേണ്ടേ? റെസ്റ്റിംഗ് പീരീഡ് വേണം. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? സോ there is a need of having a system in which cells secrete some chemicals. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. ഈ ഒരു പ്രശ്നം, ഇതൊരു ഭയങ്കര പ്രശ്നമാണല്ലോ. കാരണം അവർക്ക് ഒരു ഒത്തൊരുമയും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളെ ബോഡി തകരാറിലാവും എന്നുകൊണ്ട് അപ്പോൾ ഇതിനൊരു പോംവഴിയായിട്ട് എന്തെങ്കിലും നമ്മുടെ ബോഡി ചെയ്ത് സെക്രീറ്റ് ചെയ്ത് കുറച്ച് ആളുകൾ എന്താണ് സെക്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ദേ സെക്രീറ്റ് സംതിങ് മക്കളെ. എന്താണ് അവർ സെക്രീറ്റ് ചെയ്തത്? അതായത് ഇമ്പൾസസ് മാത്രം കൊണ്ട് സംഭവം നടക്കില്ല എന്ന് നമ്മുടെ ബോഡിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ബോഡി തന്നെ തീരുമാനിച്ചു ഇതിനൊരു പോംവഴിയായിട്ട് ഞാൻ കുറച്ചൊരു പണി ചെയ്യണം, കുറച്ച് സെക്രീഷൻ ചെയ്യണം. ആര് സെക്രീറ്റ് ചെയ്യും മക്കളെ? സെല്ല്. ഒരു സെല്ലാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. സോ there is a need of having a system in which cell secrete some എന്ത് സെക്രീറ്റ് ചെയ്യും? ഒരു കെമിക്കൽസ് which can diffuse all around it. അതായത് അതിന് ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും ഡിഫ്യൂസ് ചെയ്ത് അതിന് മുന്നോട്ടേക്ക് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജവും ഊർജ്ജവും ഒക്കെ തരുന്ന ഒരു മെറ്റബോളിക് റിയാക്ഷൻ, മെറ്റബോളിക് സെക്രീഷൻ അവിടെ ഉണ്ടാവണം എന്ന് ഒരു സെല്ലിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താ? it can detected by other cells receptors and even transmitted to them also. അതായത് ഇത് സെക്രീഷൻ കാണുന്നത് വേറൊരു സെല്ലും കാണുന്നു. അപ്പോൾ അത് സെല്ലിലായിട്ട് കണക്ഷൻ കിട്ടുന്നു. അങ്ങനെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് വഴി അതിങ്ങനെ ഡിഫ്യൂസ്ഡ് ചെയ്ത് 1 2 1 2 1 2 എന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിന് പോലെ അത് പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എന്താ പറയുക ഈവൻ ട്രാൻസ്മിറ്റഡ് ബൈ ദം ഓൾസോ.
സെൽസ് റിസപ്റ്റേഴ്സിന് ഒരു റിസപ്റ്ററിന് അടുത്ത റിസപ്റ്ററിലേക്ക് അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ കെമിക്കൽ കോർഡിനേഷനിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. സോ ഈ ഒരു കെമിക്കൽ കോർഡിനേഷൻ ആണ് നമുക്ക് എവിടെ വേണ്ടത്, നമ്മുടെ ബോഡിയിൽ ത്രൂ ഔട്ട് വേണ്ടത്. സോ ദിസ് ഈസ് വാട്ട് വി ആർ ലേണിംഗ് അബൌട്ട് കെമിക്കൽ കോർഡിനേഷൻ. ഒന്നുമില്ല മക്കളെ, നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇല്ലേ, നമ്മളിൽ ഉണ്ടായ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇല്ലേ മക്കളെ, ഈ ഇമ്പൾസസ് എന്താവും കുറച്ച് കഴിയുമ്പോൾ, അതായത് ഇതിനൊരു റെസ്റ്റിംഗ് പീരീഡ് വേണം, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കുറേ അത് പോകുമ്പോൾ അതിന് കുറച്ച് ടൈം കഴിയുമ്പോൾ അതിനൊരു മടുപ്പ് വരും, അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ അത് ബാക്കി പിന്നെ എന്താ പറയുക, അടുത്ത സെല്ലിലേക്ക് പോകുമ്പോൾ അതൊരു റെസ്റ്റിംഗ് പീരീഡ് വേണം. അപ്പോൾ ആ ടൈമിൽ ഇതിങ്ങനെ വെറുതെ നിന്നാൽ നമ്മുടെ ബോഡി ചലനരഹിതമാവും, നമുക്ക് സെക്രീഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല, നമുക്ക് കണക്ഷൻസ് കിട്ടില്ല, നമുക്ക് ന്യൂറോൺ സിസ്റ്റം നമ്മുടെ ഇനാക്റ്റീവായിട്ട് മാറും, നെർവസ് സിസ്റ്റം ഇനാക്റ്റീവായിട്ട് മാറും. അപ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സെല്ല് ഒരു കാര്യങ്ങൾ സെക്രീറ്റ് ചെയ്യും. നമ്മുടെ സെല്ല് സെക്രീറ്റ് ചെയ്യും. നമ്മുടെ സെല്ല് എന്ത് ചെയ്യും, സെക്രീറ്റ്സ് എന്ത്, സം കെമിക്കൽസ്. എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത് മക്കളെ, സം കെമിക്കൽസ് ആണ് നമ്മുടെ സെല്ലുകള് സെക്രീറ്റ് ചെയ്യുന്നത്. സെക്രീറ്റിംഗ് സം സെൽസ്. വാട്ട് സെൽസ്? our cells are secreting what things? Chemical things. Okay, so there is a need of having a system or system in which cell secretes some chemicals which can diffuse all around it, and diffuse all and be detected by other cell. മറ്റൊരു സെൽ റിസപ്റ്റേഴ്സും ഇത് കണ്ട് മനസ്സിലാക്കി ഈ ഒരു കണക്ഷൻ വൈസ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് അത് യാത്ര ചെയ്യാനും അതിന് കണക്ഷൻ കിട്ടാനും ഒരു എളുപ്പ വഴിയായിട്ട് അവിടെ മാറുന്നുണ്ട്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ ആണോ? നോക്കാം. I will show you something. I will show you an example. Okay, wait. See, you can see here something. The impulses directly going to ബ്രെയിനിലേക്ക് കണ്ടോ, ആ ഇമ്പൾസസ് ഡയറക്ട്ലി പോകുന്നുണ്ട്, പക്ഷെ അത് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സെക്രീഷനും കാര്യങ്ങളും അവിടെ നടക്കണം. സോ ദാറ്റ് സെക്രീഷൻ വിൽ ബി ബേസ്ഡ് ഓൺ വാട്ട്? ദ കെമിക്കൽ കോർഡിനേഷൻ. ദ കെമിക്കൽ കോർഡിനേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഹിയർ. സോ ബ്രെയിനിൽ ഉണ്ടാകുന്ന കെമിക്കൽ കോർഡിനേഷൻ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുന്നുണ്ട് അല്ലേ മക്കളെ? സോ നോക്ക്, നിങ്ങളെ കോർഡിനേഷൻ നോക്ക്, അതിന്റെ ഓരോരോ സ്റ്റെപ്പ് നോക്ക്. നിങ്ങൾ ഇവിടുന്ന് ഒരു സിഗ്നൽ ഇപ്പോൾ വന്നു, ഒരു സിഗ്നൽ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ, ഒരു സിഗ്നൽ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ കണ്ടോ, അത് അവിടെ പോയി എത്തി, അത് ഇങ്ങനെ പോയി മുകളിലോട്ടേക്ക് പോയി അവിടെ എത്തുന്നു, അവിടെ ഫുള്ള് സ്പാർക്ക് ചെയ്ത് എത്തുന്നു ഓരോ പാർട്ടിലേക്ക്. ഇവിടെ നിന്ന് ഇവിടെ എത്തി ഫുള്ളായിട്ട് അത് എത്തുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ കോർഡിനേഷൻ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് കെമിക്കൽ കോർഡിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു എത്തലിനാണ് നമ്മൾ എന്താ പറയുന്നത്, കെമിക്കൽ കോർഡിനേഷൻ എന്ന് പ്രോപ്പറായിട്ട് പറയുന്നത്. അപ്പൊ ബ്രെയിനിൽ എത്തിയാൽ എങ്ങനെയാ നടക്കുക? ബ്രെയിനിലെത്തിയാൽ ആ പ്രൊസസ് എങ്ങനെ ഉണ്ടാവുക മക്കളെ? ബ്രെയിനിലെത്തിയാൽ ആ പ്രൊസസ് ഇങ്ങനെ നോക്ക്, ബ്രെയിനിലെത്തിയാൽ ഉണ്ടാകുന്ന പ്രൊസസ് നോക്ക് നിങ്ങൾ. ബ്രെയിനിലെത്തിയാൽ കണ്ടോ ഓരോ ന്യൂറോൺസ് വൺ ബൈ വൺ ആയിട്ട് അത് മാറിപ്പോകുന്ന കണ്ടോ നിങ്ങൾ? ഇവിടുന്ന് അവിടത്തേക്ക്, അവിടുന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ ചാടി മറിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് അത് ചാടി മറിഞ്ഞ് പോകുന്ന കാണാൻ പറ്റുന്നില്ലേ മക്കളെ? സോ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അഥവാ കെമിക്കൽ കോർഡിനേഷൻ എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു. സോ കെമിക്കൽ കോർഡിനേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് വേർ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ കോർഡിനേഷൻ ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. നോക്ക്, നിങ്ങൾക്ക് കണ്ട നമ്മുടെ ബ്രെയിനിൽ എന്താണ്, അത് നമ്മുടെ ബ്രെയിനിൽ ഇവിടെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് അപ്പുറവും നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നടക്കുന്ന ആ സെയിം മെക്കാനിസം തന്നെയാണ് എന്ത് മക്കളെ ഇപ്പുറത്തും നടക്കുന്നത്. ഇതാ ഇവിടെ തന്നെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ സംഭവമില്ലേ, അത് ഇപ്പുറത്തേക്കും വന്നിട്ട് നടക്കുന്നുണ്ടാവും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നത്, ഈ ഒരു പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത് കണ്ടോ, അവിടെ അത് നടക്കുന്നുണ്ടാവും, ഇവിടെ ഇത് നടക്കും. അതേപോലെ തന്നെ എന്താ മക്കളെ, ഇവിടെ അതിങ്ങനെ കയറി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും അത് സസ്റ്റെയിൻ ആയിട്ട് ഓൺ ദ സ്പോട്ട് തന്നെ നടക്കുന്നുണ്ട്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ ഇതും കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് നടക്കുന്ന കോർഡിനേഷൻ കാര്യങ്ങൾ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. നൗ സീ ഹോർമോൺസ്. നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ആളെ പറ്റിയാണ് ഹോർമോൺസിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ എന്താണ് ഹോർമോൺസ്? ഒരു സെക്രീഷൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സെല്ല് ഒരു സെക്രീഷൻ ചെയ്യുന്നുണ്ട്. ആ സെക്രീഷൻ എന്താണെന്നാണ് നമുക്ക് അറിയുന്നില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ സെക്രീഷൻ എന്താണെന്ന്. അപ്പൊ സെക്രീഷൻ എന്തായിരിക്കും മക്കളെ? അത് എന്തിന്റെ ഫോമിലായിരിക്കും? ഹോർമോൺസിന്റെ ഫോമിലായിരിക്കൂലേ? അപ്പോൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ഹോർമോൺസ്.
These are what? Chemicals. Chemical എന്താണത്? ഇതൊക്കെ എന്താണ്? ഹോർമോൺസ് എന്താണടാ? നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഷുവർ ഫോർ എക്സാം. സോ ബി കെയർഫുൾ ആൻഡ് ചെക്ക് ഹിയർ. ദീസ് ആർ വാട്ട്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് മക്കളെ. എന്താണ് അവര്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. ദീസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. അവരെന്താണ്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് മക്കളെ. ദേ ആർ കെമിക്കൽ എന്ത്? They are what? Chemical messengers ആണ് മക്കളെ. അവരെന്താണ്? Chemical messengers ആണ്. Which are what? Which are എന്ത്? Secreted by endocrine glands. Chemical messengers which is secreted by ആര്? Who is secreting them? By endocrine glands. By endocrine glands. Secreted by what? Endocrine glands secrete ചെയ്യുന്ന ഒരു chemical messengers ആണ് ആര്? Hormones. I hope the concept of hormones is clear for you. And released what? Directly into blood, from where they can reach to the target organ and show their effect. അത് ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് മക്കളെ. അതൊരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. എങ്ങനെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. അത് ബ്ലഡിൽ ഡയറക്റ്റ്ലി റിലീസ് ചെയ്യുന്നുണ്ട്. ബ്ലഡിൽ ഡയറക്റ്റ്ലി റിലീസ് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് അത് കാണിക്കാൻ തുടങ്ങും. ഡയറക്റ്റ്ലി റിലീസ് ചെയ്താൽ എന്താ നടക്കുക? അത് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിക്ക് കറക്റ്റ് ടൈമിൽ എത്തും. ഒരു ഇമ്പൾസസ് പോകുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അതിന് റെസ്റ്റ് ഒന്നും വേണ്ട. അത് ഓരോരോ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ പാർട്ടിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ അത് എത്തിയിട്ട് പ്രോസസ്സ് ചെയ്ത് തെളിയിക്കുന്ന ആളുകളാണ് ആര്? Hormones. I hope the concept of hormones is clear for you. Again, come again. These are chemical messengers in which secreted by endocrine gland. Endocrine glands secrete ചെയ്യുന്ന ആളുകളാണ് ഹോർമോൺസ്. ആൻഡ് റിലീസ് ഡയറക്ട്ലി ഇൻടു എന്താണ്? ബ്ലഡിൽ അത് ഡയറക്ട്ലി റിലീസ് ചെയ്യുന്നുണ്ട്. ബ്ലഡിൽ അത് ഡയറക്ട്ലി റിലീസ് ചെയ്യുന്നുണ്ട്. Where they can reach the target organ and show their effect. അത് ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗനിലേക്ക് എത്തി അതിന്റെ എഫക്റ്റ് അത് കാണിക്കുകയും ചെയ്യും. And they are secreted in a very small quantity by glands and act upon what? Specific cell. They act upon specific cell. ഒരു കഥ പറഞ്ഞുതരാം. ഹോർമോൺസിനെ പറ്റി ഒരു കഥ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു പട്ടി നമ്മളെ കടിപ്പിക്കാൻ ഓടി വരുന്നുണ്ട്. ഒരു പട്ടി ഓടി വരുന്നുണ്ട്, കുതിച്ചോടി വരുന്നുണ്ട് ഒരു പട്ടി നമ്മളെ കടിക്കാൻ. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും നമുക്ക് ടെൻഷനോ എന്തെങ്കിലും ചെയ്യണം. അപ്പം നമ്മുടെ ഉള്ളിൽ എമർജൻസി ഹോർമോണായിട്ട് ആര്? അഡ്രിനാലിൻ വരും. അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ, അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ എമർജൻസി ഹോർമോനാണ്. ആ ഹോർമോൺ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് എന്താണ് അവിടെ ചെയ്യുന്ന റെസ്പോൺസ്, ഓടണോ അല്ലെങ്കിൽ നിൽക്കണോ അല്ലെങ്കിൽ ബോധം കിട്ട് വീണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് അഡ്രിനാലിൻ ഹോർമോൺ. അപ്പോൾ ഒരു ഇമ്പൾസസ് പോലെ ന്യൂറോൺസ് എത്തുന്നതിൻ്റെക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അത് പെർഫോം ചെയ്യുന്നുണ്ട്. ആര്? ഇമ്പൾസസ് ഒന്നുമല്ല, നമ്മുടെ ഹോർമോൺസ്. അതൊരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. എന്താണ്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ആര്? ഹോർമോൺസ്. സോ ദേ ആർ സെക്രീറ്റഡ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റി ബൈ ഗ്ലാൻഡ്സ് ആൻഡ് ആക്ട് അപ്പോൺ സ്പെസിഫിക് സെൽസ്, ടിഷ്യൂസ് ഓർ ഓർഗൻസ് called target sites. Called what? Target site. Target site ഉള്ള ഓർഗൻസും കെമിക്കൽസും ആയിട്ട് അത് നല്ല രീതിക്ക് ബന്ധം കാണിക്കുന്നുണ്ട്. They are slow in action and have a long lasting effects. They are slow in action and have long lasting action. They are slow in action and they have long lasting effects. They are slow in action and have long lasting effects. I hope the concept is clear for you. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സോ ദേ ആർ സ്ലോ ഇൻ ആക്ഷൻ ആൻഡ് ഹാവ് ലോങ് ലാസ്റ്റിംഗ് എഫക്ട്സ്. ദേ ആർ സ്ലോ ഇൻ ആക്ഷൻ ആൻഡ് ഹാവ് ലോങ് ലാസ്റ്റിംഗ് എഫക്ട്സ്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. സോ ഒന്നും കൂടി, these are chemical messengers in which they are secreted by endocrine gland വഴി സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. They are released directly into the blood from where they can reach to the target organ and show their effect. ടാർഗറ്റ് ഓർഗനിലേക്ക് എത്തി അതിൻ്റെ എഫക്റ്റ് അതിനെ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഹോർമോൺസ് തന്നെയാണ്. സോ ഇമ്പൾസസ് അല്ല, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ല, പക്ഷേ കെമിക്കൽ കോർഡിനേറ്റേഴ്സ് ആണ്, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. ആര് മക്കളെ? ഹോർമോൺസ്. ദേ ആർ chemical messengers. അതാണ് എന്ത്? ഹോർമോൺസ്. ആൻഡ് ഷോ ദെയർ എഫക്ട്. ദേ ആർ സെക്രീറ്റഡ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റി ബൈ ഗ്ലാൻഡ്സ് ആൻഡ് ആക്ട് അപ്പോൺ സ്പെസിഫിക് സെൽ. വേണ്ട സെല്ലിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷനും ഒക്കെ നോക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ത്? ഹോർമോൺസ്. ഈ ഒരു ടോപ്പിക്ക് കീപ് ഇൻ മൈൻഡ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡാം ഷുവർ ഇറ്റ് വിൽ ബി ആസ്കിംഗ് ഫോർ എക്സാം. Now see, the tissues or organs are called what? Target sites. എന്താണ് ഇവിടെ പറയുന്നത്? ടാർഗറ്റ് സൈറ്റ്സ്. ടാർഗറ്റ് സൈറ്റ്സ്
ടാർഗറ്റ് സൈറ്റ്സിലേക്ക് അത് എത്തുന്നുണ്ട്. ദേ ആർ സ്ലോ ഇൻ ആക്ഷൻ ആൻഡ് ഹാവ് ലോങ് ലാസ്റ്റിംഗ് ഇഫക്ട്സ്. ദേ ആർ സ്ലോ ഇൻ എന്താണ് സ്ലോ ഇൻ ആക്ഷൻ. ആക്ഷൻ വൈസ് അത് സ്ലോ ആണെങ്കിലും അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അവിടെ നിലനിർത്തും. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റ് അത് കാണിക്കും. പെട്ടെന്നല്ലെങ്കിൽ അതായത് സഡൻ അല്ലെങ്കിലും കൂടി സ്ലോ ആണെങ്കിൽ കൂടി മെറ്റബോളിക് ആക്ടിവിറ്റി സ്ലോ ഒക്കെ ആണെങ്കിൽ കൂടി അതെന്താണ് വിട്ടുകൊടുക്കൊന്നുമില്ല. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അത് നിൽക്കും. വി നീഡ് ദ തിങ്സ് ആസ് ഫോർ ലോങ് ലാസ്റ്റിംഗ് മെറ്റബോളിക് ആക്ഷൻസ് അല്ലേ നമുക്ക് വേണ്ടത് മക്കളെ. അപ്പോൾ ഇവിടെ ആരാണുള്ളത്? നമുക്ക് ഹോർമോൺസ്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഹോർമോൺ ഇസ് ക്ലിയർ ഫോർ യു. ഹോർമോണിന്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? യെസ്. Now see, I will show you an example. So ഇത് കണ്ടോ, ഇത് ഓരോരോ ഹോർമോൺസ് ആണ്. ഇവരൊക്കെ ഓരോരോ ഹോർമോൺ കുട്ടന്മാരാണ്. ഈ ഹോർമോൺ കുട്ടന്മാർ ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ എന്താ പറയുക, ബ്ലഡ് ഗ്ലൂക്കോസ് ഉണ്ട്, ഇപ്പോൾ 70% കുറഞ്ഞു. അപ്പോൾ അവിടെ ഹോർമോൺ ആക്ട് ചെയ്യുക, അവിടെ ഇൻസുലിൻ വഴി അത് ആക്ട് ചെയ്തിട്ട് അത് കുറയ്ക്കണം, ബോഡിയിലേക്ക് അത് കുറക്കണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ചാടി 1 by 1 ആയിട്ട് ചാടി പോയി ബ്ലഡിൽ അത് ആക്ട് ചെയ്ത്, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അല്ലേ, അപ്പോൾ അതിങ്ങനെ ബ്ലഡിലൂടെ പോയിട്ട് അത് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലഡിലൂടെ അത് പോയി പെർഫോം ചെയ്ത് അവരെ അടിച്ച് ഒതുക്കി അവരെ സെറ്റാക്കിയിട്ട് അവർ തിരിച്ചു വരുന്നു. ഇതാണ് ആരുടെ മെക്കാനിസം മക്കളെ? ഹോർമോൺസിന്റെ മെക്കാനിസം. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഹോർമോൺസ് ഇസ് ഡാം ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ? ഹോർമോൺസിനെ കുറിച്ച് ഇത്രയാണ് നമ്മൾ പറയുന്നത്. ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ഓൾ നോട്ട്സ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. So read it out. Okay, so this is all about hormones. I hope the class is clear for you. Now we can move to the next part. After that, let's wind up. Bye. Thank you.